ഹലോ ഗൈസ്, ഇത് വീണ്ടും ഒരു പെട്ടെന്നുള്ളൊരു ഷൂട്ടാണ്. സോ എൻ്റെ ഇരിക്കുന്ന ഇന്നത്തെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ AOC-C3 Pro ആണ്. AOC, IOC, AOC എന്നൊക്കെ എല്ലാം പറയുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു ചൈനീസ് ബ്രാൻഡ് തന്നെയാണ്. അറൗണ്ട് ഒരു ഇന്ത്യൻ റുപ്പീസിൽ അറൗണ്ട് ഒരു ഇപ്പോഴത്തെ റേറ്റ് 9,000 സംതിങ് ആയി. എക്സാക്ട് ഫിഗർ ഞാനിടാം. സോ അത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് 30% ഓഫ് അങ്ങനെയൊക്കെ യൂസ് ചെയ്തൊക്കെയാണ് അത് മേടിച്ചത്. സ്റ്റിൽ എല്ലാവർക്കും ഇപ്പോഴും ആ ഒരു കൂപ്പൺ കോഡ് അവൈലബിൾ ആണ്. സോ അത് യൂസ് ചെയ്ത് മേടിക്കാം. ഈ ഡിവൈസ് ആക്ച്വലി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫാണ്. നമുക്കൊരു ചീപ്പ് മൊബൈൽ ഫോണിന് പകരം വേണ്ടിയിട്ടൊരു ഒരു പ്രോപ്പർ GPS വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഡിവൈസാണ്. ഇതിന് ആക്ച്വലി ഇത് 2-3 മോഡൽസ് ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് മോഡൽ AOC-C6 Pro ആണ്. അതിനാണ് ഡാഷ് ക്യാംസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ ഡാഷ് ക്യാംസിൻ്റെ കാര്യങ്ങൾ ഞാൻ ആലോചിച്ചു. ബട്ട് ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻസിന് ഞാൻ ആക്ച്വലി ഈ ഡിവൈസ് ചൂസ് ചെയ്തു. കാരണം എൻ്റെ മെയിൻ പർപ്പസ് എനിക്ക് നാവിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ ഇതിൻ്റെ ഒരു ഡയമെൻഷൻ പറയുകയാണെങ്കിൽ 5 ഇഞ്ച് ടച്ച് സ്ക്രീനാണ്. കമ്പാറ്റബിൾ വിത്ത് ആപ്പിൾ കാർപ്ലേ ആൻഡ് ആൻഡ്രോയിഡ് ഓട്ടോ. വാട്ടർ പ്രൂഫ് റേറ്റിംഗ് IP67 ആണ് കേട്ടോ. സോ ഇത് ജസ്റ്റ് പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് നാളെ ഞാൻ എൻ്റെ ബൈക്കിൽ ഫിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് പെട്ടെന്നൊന്ന് റഷ് ചെയ്ത് സാധനം അൺബോക്സ് ചെയ്യുകയാണ്. പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ് ആക്ച്വലി. പിന്നെ ഇത് ഒരു ചൈനീസ് ബ്രാൻഡാണ്. നമ്മൾ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്തൊക്കെയാണ് ഇത് മേടിക്കുന്നത്. സോ ഇത് ഇൻ്റർനാഷണൽ പർച്ചേസാണ്. ഞാൻ വിചാരിച്ചു എനിക്ക് കസ്റ്റംസ് അങ്ങനെ ഇഷ്യൂസൊക്കെ വരും. ബട്ട് അറ്റ് ദ സെയിം ടൈം AOCൻ്റെ സൈഡിൽ നിന്ന് എല്ലാം ആക്ച്വലി പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഇത് വേറെ കസ്റ്റംസ് ഇഷ്യൂ അങ്ങനെയൊന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വരാനത്തെ ടൈം എടുക്കും. മേ ബി 2 weeks 3 weeks ടൈം എടുക്കും. ബട്ട് വേറെ ഇഷ്യൂസ് ആയിട്ടൊന്നുമില്ല. AOC ഓക്കെ. ആദ്യം തന്നെ നമുക്ക് ഡിവൈസ് കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ സാധനം. ഭയങ്കര വെയിറ്റ് ഒന്നുമില്ല. ഇതിൻ്റെ കൂടെ ഇത് ആക്ച്വലി എൻ്റെ മൗണ്ടിങ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് TPMS, ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം. ഇപ്പോൾ TPMSൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു റിയൽ ടൈം ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് ഒരു ഡേറ്റ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, റിയൽ ടൈം ആണെങ്കിലും ചെറിയൊരു അങ്ങോട്ടും അപ്രോക്സിമേറ്റ് വ്യത്യാസം അതിൽ കാണും. പ്രോപ്പർ എക്സാക്ട്ലി ഒന്നും ആവാൻ ചാൻസ് ഇല്ല. എന്നാലും നമുക്കൊരു അപ്രോക്സിമേറ്റ് ഫിഗർ കിട്ടും. ഇത് യൂസ്ഫുള്ളാണ്. ഇത് ഒരു USB ലൈറ്റ് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്ന വയറിംഗ് ആണ്. ഇത് ബാക്കിയെല്ലാം ഇതിൻ്റെ മൗണ്ട്സുകളൊക്കെയാണ്. ഇതൊന്നും ഞാൻ പൊട്ടിക്കുന്നില്ല. ഞാൻ പൊട്ടിച്ചാൽ അത് ഓരോന്നായിട്ടാവും. ഇത് അതിൻ്റെ കൂടെ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടൂൾസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അലൻ കീസ്, ദെൻ കേബിൾ ടൈസ് എല്ലാം ഉണ്ട്. ഇത് അതിൻ്റെ വയറിംഗ്. ഇതാണ് ബാറ്ററിയിലോട്ട് കണക്ട് ആവുന്നത്. ഒരു മാനുവലുണ്ട്. ജസ്റ്റ് എങ്ങനെയൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള ഇതുണ്ട്. നീ ലൂസാക്കിയ ഓക്കെ ഗൈസ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് വീഡിയോയിൽ AOC-C3 Pro എന്നാണ് ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തത്. ആക്ച്വലി ഇത് AOC-C3 Plus ആണ്. സോ AOC-C3 സീരീസിൽ 2 മോഡൽസ് ഉണ്ട്. C3 Proയും C3 Plusഉം. എൻ്റെ ഇരിക്കുന്ന മോഡൽ C3 Plus ആണ്. ആകെ ഒരു ഡിഫറൻസേ ഉള്ളൂ, അത് TPMS ആണ്. C3 Plusൽ TPMS ഉണ്ട്, C3 Proയിൽ TPMS ഇല്ല. അപ്പോൾ നാവിഗേഷൻ മാത്രമാണ് നിങ്ങളുടെ ഒരു ഡിസിഷൻ മേക്കിംഗ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് മെയിൻ പർപ്പസ് നാവിഗേഷൻ മാത്രമാണെങ്കിൽ നിങ്ങൾ AOC-C3 Pro നോക്കുക. ജസ്റ്റ് TPMS വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, TPMS ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് ഫിഗേഴ്സ് മാത്രമേ നമുക്ക് തരത്തുള്ളൂ. അതില്ലെങ്കിലും നമുക്ക് കാര്യങ്ങൾ ഈസിലി ഹാൻഡിൽ ചെയ്യാനേ ഉള്ളൂ. അപ്പം AOC-C3 Proയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 9,450 ആണ് എനിക്ക് ഇപ്പോഴത്തെ റേറ്റ് വെച്ച് എനിക്ക് കിട്ടിയത് AOCൻ്റെ വെബ്സൈറ്റിൽ നിന്ന്. ഒരു 1,000 റുപ്പീസും കൂടെ AOC-C3 Proയ്ക്ക് നമുക്ക് ചീപ്പറായിട്ട് മേടിക്കാൻ പറ്റും.
ജസ്റ്റ് ഒരു TPMSന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 1000 റുപ്പീസിൻ്റെ ഡിഫറൻസ് നമ്മൾ അതിൽ കൊണ്ടുവരുന്നത്. തുടക്കം തന്നെ ഇപ്പം AOC C3 പ്ലസ്, ഞാൻ C3 സീരീസ് തന്നെ പറയാം, അല്ലെങ്കിൽ ഈ പ്ലസും പ്രോയും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പം AOC C3ൻ്റെ മോഡൽസിൽ എനിക്ക് കുറച്ച് ഇനിഷ്യൽ ഇംപ്രഷൻസ് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് തുടക്കം അതിൻ്റെ കോൺസിനെ പറ്റി പറയാം. സോ കോൺസ് ആയിട്ട് ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് അങ്ങനെ വലിയ ഡിസഡ്വാൻറ്റേജസ് ഒന്നുമില്ല. 1-2 നെറ്റ് പിക്കിംഗ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസാണ്. ഒരു ഇൻ്റർഫേസിൽ എനിക്ക് ഓക്കെയാണ്, വലിയ ഇത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇൻ്റർഫേസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ചൈനീസ് ലുക്ക് മൊത്തത്തിലുണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് ഫ്രം ചൈന. ആൻഡ് സെക്കൻഡ് പോയിന്റ് ഞാൻ പറയുകയാണെങ്കിൽ, സെക്കൻഡ് പോയിന്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതിൽ കാണിക്കുന്ന മാപ്പിൽ കാണിക്കുന്ന നാവിഗേഷൻ, അതായത് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന നാവിഗേഷൻ കാർ റൂട്ട് മാത്രമേ കാണിക്കത്തുള്ളൂ, ബൈക്ക് റൂട്ടില്ല. സോ അതൊരു ഭയങ്കര ഒരു ഡിസഡ്വാൻറ്റേജ്. നമ്മൾ ഇവിടുത്തെ ഇപ്പോൾ ഫോർ കേരള അതൊരു നോട്ട് എ ബിഗ് ഇഷ്യൂ. സോ നമ്മളിപ്പോൾ നോർത്തിലോട്ടൊക്കെ റൈഡ് പോവുകയാണെങ്കിൽ, ലൈക്ക് മേജർ എക്സ്പ്രസ് വേസിൽ നിന്നും ബൈക്സ് അലൗഡ് അല്ല. സോ അറ്റ് ദ സെയിം ടൈം മാപ്പിൽ നമ്മൾ എക്സ്പ്രസ് വേ ആയിരിക്കും കാണിക്കുന്ന, കയറുമ്പോൾ അതിനനുസരിച്ചുള്ള ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒരു റിസർച്ച് അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് നമ്മൾ റൂട്ട് സെലക്ട് ചെയ്താൽ നമുക്ക് ആ എക്സ്പ്രസ് വേ നൈസായിട്ട് അവോയ്ഡ് ചെയ്യാം. അതിനും സൊല്യൂഷനുണ്ട്. സൊല്യൂഷൻ എന്തെന്ന് പറഞ്ഞാൽ, മാപ്പിൾസ് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. സോ മാപ്പിൾസ് ആപ്പ് നമുക്ക് നമ്മുടെ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യാം, നമ്മുടെ AOC കാർപ്ലേയിലും ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ആപ്പിൽ ഡെസ്റ്റിനേഷൻ കൊടുക്കുക. ഡെസ്റ്റിനേഷൻ കൊടുത്ത് അത് ഇതിൽ അപ്ഡേറ്റ് ആവും. നമുക്ക് ബൈക്ക് റൂട്ട് വേണോ കാർ റൂട്ട് വേണോ എന്ന് നമുക്ക് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ഇനി ഇതിൻ്റെ പ്രോസിനെ പറ്റി പറയാം. പ്രോസ് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ബ്രൈറ്റ്നസ് ആണ്. ബ്രൈറ്റ്നസ് ആക്ച്വലി നമ്മളൊരു ഹെവി നല്ല ബ്രൈറ്റ് സണ്ണി ഡേയിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഡാർക്ക് വൈസർ ഇട്ടിട്ട് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ബട്ട് അത് ഭയങ്കര ഇഷ്യൂ അല്ല. ഈവൻ അത്രയും നല്ല ഡാർക്ക് വൈസർ ഇട്ടതിന് ശേഷം എനിക്ക് നല്ല ക്ലാരിറ്റിയോടെ അത് നമുക്ക് ആ ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു ഔട്ട് കിട്ടും. പിന്നെ സെക്കൻഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ 5 ഇഞ്ച് ടച്ച് സ്ക്രീനാണ്. 5 ഇഞ്ച് ടച്ച് സ്ക്രീനിൽ നോക്കുമ്പോൾ നമുക്ക് ഇത് മൊത്തത്തിലൊരു പ്ലാസ്റ്റിക് കേസാണ്. സോ ഭയങ്കര വെയിറ്റ് ഒന്നുമില്ല. ഈവൻ ഇതിൻ്റെ മൗണ്ടിങ് ബ്രാക്കറ്റിൽ തന്നെ ഡാംബർ ബുഷും ഇതൊക്കെ ഉള്ളതുകൊണ്ട് വൈബ്രേഷൻ ഡിസ്പ്ലേയിലോട്ട് വരത്തുമില്ല. സോ ഈ ഒരു പ്രോഡക്റ്റ് ആക്ച്വലി അതിൻ്റെ ഒരു ലൈഫ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഒരു ലാസ്റ്റ് ചെയ്യാൻ പറ്റും. സോ സെക്കൻഡ് പോയിന്റ് ഞാൻ പറഞ്ഞു ഡിസ്പ്ലേ ആണ്. തേർഡ് പോയിന്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടച്ച് സെൻസിറ്റിവിറ്റി ഈവൻ വിത്ത് റൈഡിങ് ഗ്ലൗസും ഇട്ട് നമ്മൾ ടച്ച് സെൻസിറ്റിവിറ്റി നോക്കുകയാണെങ്കിൽ അപ്പോഴും എനിക്കൊരു പ്രോപ്പർ ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. പ്രോപ്പറായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് തന്നെ എനിക്ക് ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് പിഞ്ച് സൂമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ടച്ച് സെൻസിറ്റിവിറ്റി പ്രോപ്പറാണ്. റീസെൻറ്റർ ചെയ്യുക, എന്നിട്ട് ഇത് നമുക്ക് കുറച്ചും കൂടെ സൂമിൻ ചെയ്ത് വെച്ച് നമ്മൾ വണ്ടി ഓട്ടിക്കുമ്പോൾ അതനുസരിച്ച് അത് അങ്ങനെ തന്നെ നിന്നോളും. സോ അതൊക്കെ ഒരു നമ്മുടെ ഈ ബൈക്കിൽ നല്ലൊരു കൺവീനിയൻസ് ആയിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു കണക്ടിവിറ്റി ആൻഡ് കൺവീനിയൻസ് ആണ്. നമ്മൾ ആക്ച്വലി എന്താ പറയുക, ഒരു ഫോൺ എടുത്ത് കണക്ട് ചെയ്യുന്നതിൻ്റെയും നമ്മൾ മാപ്പ് കണക്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ, നമുക്കിത് ജസ്റ്റ് ബൈക്ക് ഓണാവുന്ന സമയത്ത് തന്നെ ഇത് ആക്ച്വലി നമ്മൾ വേറെ വീണ്ടും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെയൊന്നും വീണ്ടും എപ്പോഴും എടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ കാർപ്ലേ എന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നോ അന്ന് ഫോൺ കണക്ട് ചെയ്താൽ പിന്നെ അത് ആക്ച്വലി അങ്ങ് കണക്റ്റായി തന്നെ ഇരുന്നോളും. പിന്നീട് എപ്പോഴും നമുക്കിത് ഡിസ്കണക്റ്റ് ആവുക അങ്ങനത്തെ ഒരു ഇഷ്യൂ എനിക്കിതിലായിട്ട് വന്നിട്ടില്ല. സോ ഒരു കൺവീനിയൻസ് വെച്ച് നോക്കുകയാണെങ്കിലും കണക്ടിവിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എനിക്കൊരു വേറൊരു എന്താ പറയുക ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ആ സൈഡിൽ നിന്ന് എനിക്ക് പറയാനൊന്നുമില്ല. അടുത്തത് TPMSനെ പറ്റിയാണ്. ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം ആക്ച്വലി ഒരു ബിഗ് പർപ്പസ് നമ്മളെ സെർവ് ചെയ്യുന്നില്ല. നമുക്ക് എങ്ങനെ പോയാലും നമുക്കൊരു ബേസിക് ജസ്റ്റ് ഒരു കോമൺ സെൻസ് വെച്ച് നമുക്കത് മനസ്സിലാക്കുന്നുള്ളൂ. സ്റ്റിൽ നമുക്കൊരു പെട്ടെന്നൊരു പഞ്ചറോ അങ്ങനെയെല്ലാം വരുന്നുണ്ടെങ്കിൽ അതിലൊരു അബ്നോർമൽ പ്രഷർ നമുക്ക് കാണിക്കുകയും അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോൾ അത് കാലിബ്രേഷൻ ചെയ്യണം, അത് പ്രോപ്പറായിട്ട് കാലിബ്രേഷൻ ചെയ്യണം, എന്നാലേ അത് കറക്റ്റ് അളവ് കാണിക്കത്തുള്ളൂ. എന്നാലും ഒരു അപ്രോക്സിമേറ്റ് ഫിഗർ നമുക്ക് മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ. ഒരു 2 to 3 PSI എന്തായാലും ഡിഫറൻസ് ചിലപ്പോൾ കാണിക്കും.
സോ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്തുകൊണ്ടൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ അല്ലെങ്കിൽ ഒരു ചീപ്പ് ഫോൺ യൂസ് ചെയ്തുകൂടാ. എക്സ്പെൻസീവ് ഫോൺ നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതിൻ്റെ ക്യാമറ, അതിൻ്റെ സ്റ്റെബിലൈസേഷനൊക്കെ അത് ബാധിക്കും. ഒരു ഫോൺ ഹോൾഡർ മൗണ്ടിൽ വെക്കുമ്പോൾ ബൈക്കിന് വൈബ്രേഷൻ എന്തായാലും വരും. സോ അത് ക്യാമറേനെ, എക്സ്പെൻസീവ് ഫോൺസിൻ്റെ ക്യാമറേനെ അത് ബാധിക്കും. ബട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു ചീപ്പ് ഫോൺ എടുത്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതൊരു 50 to 60 കിലോമീറ്റേഴ്സ് നമുക്കത് ഓക്കെ ആയിരിക്കാം. കാരണം ഒരു ഫോണാകുമ്പോൾ നമുക്കത് എന്താ പറയുക, ഫുൾ ടൈം അത് ചാർജ് ചെയ്യണം. പിന്നെ ഒരു ചീപ്പ് ഫോണാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് നല്ല പഴകിയ ഫോണാണെങ്കിലും നമ്മളത് നോക്കുമ്പോൾ അത് പെട്ടെന്ന് ഹീറ്റാവും, ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എൻ്റെ ഇടയ്ക്ക് മഴ പെയ്യും, വാട്ടർ പ്രൂഫിൻ്റെ ഇഷ്യൂ, ഇതെല്ലാം അത് വരും. അപ്പോൾ ഇതിനൊക്കെ ഒരു ഈസി സൊല്യൂഷനാണ് ഈ ഒരു നമുക്കൊരു പർച്ചേസ്. സോ ഒരു യൂസ്ഡ് ഫോണിൻ്റെ ഒരു വാല്യൂ എത്രയാണ്? അറൗണ്ട് 7,000 to 8,000. ആക്ച്വലി ഇത് ബിഫോർ 2025 ഇയർ എൻഡ് ആവണ മുമ്പ് ഇത് അറൗണ്ട് 7,000 ഉണ്ടായിരുന്നുള്ളൂ. ഫ്രം January 1 പ്രൈസ് എസ്കലേറ്റ് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് ഒരു 2,000 റുപ്പീസ് ഇതിനെ കൂടി. ഇപ്പോൾ TPMSൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു റിയൽ ടൈം ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് ഒരു ഡേറ്റ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, റിയൽ ടൈം ആണെങ്കിലും ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രോക്സിമേറ്റ് വ്യത്യാസം അതിൽ കാണും. സോ അത് ഒരു യൂസ്ഫുൾ തിങ് തന്നെയാണ്. ബട്ട് അതൊരു വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, TPMS നമുക്കത് ഊരുമ്പോൾ ആക്ച്വലി ജസ്റ്റ് കറക്കി ഊരാൻ പറ്റത്തില്ല. അത് നമുക്കൊരു സ്പാൻഡർ ഇതിൻ്റെ കൂടെ കിട്ടും. ആ സ്പാൻഡർ യൂസ് ചെയ്ത് അതിൻ്റെ താഴത്തെ നട്ട് ലൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ TPMS ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. സോ അത് ഒരു ഫാക്ടറാണ്. ജസ്റ്റ് കൈ കൊണ്ട് ഈസി ആയിട്ട് ഊരിയാൽ നമുക്കിത് ചെയ്യാൻ പറ്റും, ഊരിയെടുക്കാൻ പറ്റും. പക്ഷേ ആ സ്പാൻഡർ പോയി കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ഒരു ഭയങ്കര വലിയ ഇഷ്യൂ അല്ല, ബട്ട് നമുക്ക് എപ്പോഴും ഈസി ആക്കാനല്ലേ പ്രോസസ്സ് നല്ലത്. കുറച്ച് കാർപ്ലേ വെക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ എൻ്റെ ബൈക്ക് 390 അഡ്വഞ്ചറാണ്. അപ്പോൾ ഈ ബൈക്കിലായാലും വേറെ ബൈക്കിലായാലും നമ്മൾ ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കുമല്ലോ എല്ലാവരും വെക്കുന്നത്. സോ എനിക്ക് വെച്ച സമയത്ത് കുറച്ച് എനിക്ക് എന്താ പറയുക, ആ സമയത്ത് അറിഞ്ഞുകൂടാത്ത കുറച്ച് കാര്യങ്ങൾ പറയാം. അത് ചെറിയ ടിപ്സായിട്ട് കൺസിഡർ ചെയ്താൽ മാത്രം മതി. അതിൽ എനിക്ക് പറയാനെന്ന് പറഞ്ഞാൽ, ഇൻ കേസ് നമുക്ക് അത്യാവശ്യം ബൈക്ക് നോളജ് ഉണ്ടെങ്കിലും ബെറ്റർ ഒരു പ്രോപ്പർ എക്സ്പേർട്ടിനോട്, മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോകണമായിരിക്കും ബെറ്റർ. കാരണം ഇപ്പം എൻ്റെ തന്നെ ഇപ്പം ഇവിടെ കാണിക്കും, കട്ട് ചെയ്യണ്ട. അപ്പോൾ എൻ്റെ തന്നെ ഇപ്പോൾ ഈ വിൻഷീൽഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ GPS മൗണ്ടിൽ കണക്ട് ചെയ്ത സമയത്ത് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇട്ടൊക്കെ ആയിരിക്കും നമ്മൾ അലൻ കീ കറക്കുന്നത്. സോ അതിലൊരു ടൈറ്റ് ആവണതിൻ്റെ ഒരു ഇഷ്യൂ ഇപ്പം മേ ബി ഒരു 1 വീക്ക് ഒക്കെ കഴിയുമ്പോൾ അത് തനിയെ ലൂസാവും. ഇതെല്ലാം ഈ വിൻഷീൽഡെല്ലാം ഇളക്കി നല്ല രീതിയിൽ നമുക്കങ്ങ് ടൈറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്ത്, അപ്പോൾ അതിലൊരു പ്രോപ്പർ ഒരു മെക്കാനിക് ഷോപ്പ്, അതും ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാൻ പറ്റും, വീട്ടിൽ നിന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ബട്ട് അതൊരു പ്രോപ്പർ മെക്കാനിക്കൽ എക്സ്പെർട്ടീസിനെ കൊണ്ട് ചെയ്യുമ്പോൾ അത് അതിനനുസരിച്ചുള്ളൊരു അതിൻ്റെ ഒരു റിജിഡിറ്റി അതിന് കിട്ടും. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത് എൻ്റെ USB പോർട്ടാണ്. നമുക്ക് ഇതിന് 2 വയറിംഗ് ഹാർനസ് കിറ്റ് ഉണ്ട്. ഇത് വേണമെങ്കിൽ പ്ലഗ് ആൻഡ് പ്ലേ പോലെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ തന്നെ നമ്മൾ KTM 390 അഡ്വഞ്ചറിൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ സ്പേസിൽ കൂടെ നമുക്ക് വയർ പാസ് ചെയ്യാൻ പറ്റും. വയർ പാസ് ചെയ്ത് നമുക്ക് ആക്സസ് പോർട്ടിൽ കൊടുക്കാൻ പറ്റും. ഒരിക്കലും നമ്മൾ ഇതിൻ്റെ പവർ നേരെ ബാറ്ററി കൊണ്ട് കൊടുക്കരുത്. നമ്മുടെ വണ്ടീൻ്റെ ഇഗ്നിഷൻ ഓഫ് ആകുമ്പം ഇതും ഓഫ് ആവണം. വണ്ടീൻ്റെ ഇഗ്നിഷൻ ഓൺ ആകുമ്പം ഇതും ഓണാവുന്ന രീതിയിൽ കണക്ട് ചെയ്യുക. ബാറ്ററിയിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം ബാറ്ററി ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് മേ ബി ബാറ്ററിയിൽ ഡിസ്ചാർജ് ഉണ്ടാവാം. സോ അത് ഒന്ന് നോക്കിയേക്കുക. KTMലാണെങ്കിൽ നമുക്ക് മറ്റേ ആ വയറിംഗ് ഹാർനസ് കണക്ട് വെച്ച് നമുക്ക് ഈ അകത്തൂടെ വയറിട്ട് നമുക്ക് ആക്സസ് പോർട്ടിൽ ഫ്രണ്ടിലും ബാക്കിലും ആക്സസ് പോർട്ടുണ്ട്. ഫ്രണ്ടിൽ ആക്സസ് പോർട്ടിലും കൊടുക്കാം, ബാക്കിൽ ആക്സസ് പോർട്ടിലും കൊടുക്കാം. അപ്പോൾ ഇതാണ് GPS മൗണ്ട്. ഇതാണ് നമ്മുടെ ഡാംബർ ബുഷ്. ഈ ഡാംബർ ബുഷാണ് നമ്മുടെ ഇതിന് വൈബ്രേഷൻസൊക്കെ ഇതിലോട്ട്, ഈ ഡിവൈസിലോട്ട് അവോയ്ഡ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു ഡിസൈൻ ഇങ്ങനെയാണ്. ഈ ഒരു മൗത്ത് കണ്ടല്ലോ, ഈ മൗത്ത് നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ കറക്റ്റ് ഇങ്ങനത്തെ രീതിയിൽ വരാൻ നോക്കുക. എന്നാലേ നമുക്ക് ഇങ്ങനെ ക്യാമറയിൽ നിന്ന് കാർപ്ലേ നമുക്ക് ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത് മോട്ടോ ടൂറിൻ്റെ GPS മൗണ്ടാണ്.
സോ നമ്മുടെ പ്രോഡക്റ്റ് പാക്കിങ്ങിൽ ഇപ്പോൾ ജി പി എസ് മൗണ്ടിൽ അല്ല വേറെ ഇപ്പോൾ ജി പി എസ് മൗണ്ട് പല പ്രോഡക്റ്റിനും പല സൈസായിരിക്കും. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു മൗണ്ടിങ് ബ്രാക്കറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡിഫറെൻറ്റ് സൈസിനുണ്ട്. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് സൂട്ടബിൾ ഏതാണോ അത് നോക്കി ഇപ്പോൾ നമുക്കൊരു 3-4 ഓപ്ഷൻ എ ഒ സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ 3-4 ഓപ്ഷനിൽ ഏത് ബെസ്റ്റ് സൂട്ടബിൾ ആണോ അതിൻ്റെ എന്താ പറയുക ഓപ്പണിംഗ് നോക്കി എടുക്കുക. ബെസ്റ്റ് സൂട്ടാവുന്ന ഓപ്പണിംഗ് നോക്കി എടുക്കുക. ഇത് ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ ഇൻ്റർഫേസസ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഐക്കൺസിൻ്റെ സൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ മറ്റേ കോൺടാക്ട്സ് കാര്യങ്ങൾ ഇൻ്റർകോം കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ സ്പോട്ടിഫൈ, ഇത് മാപ്പ് നാവിഗേഷൻ. നമ്മളെ ഫോണിലിപ്പോൾ നമ്മളൊരു ഡെസ്റ്റിനേഷന് വേണ്ടി കൊടുത്തിരിക്കില്ല. അപ്പോൾ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന അതേ റെസ്പോൺസ് തന്നെ ഇതിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ടേൺ എടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ഇപ്പം ഫോണിൽ മേ ബി ഒരു ഫോണും ഇതും വെച്ചൊരു കമ്പയർ നമുക്ക് മേ ബി ഒരു 1 സെക്കൻഡ് ഡിലേ ഇതിനുണ്ടാവും. കാരണം ഫോണിൽ മാപ്പിൽ അപ്ഡേറ്റ് ആയിരിക്കുമല്ലോ ഇതിൽ കണ്ടാവുന്നത്. സോ മേ ഒരു 1 സെക്കൻഡ് ഡിലേ കാണും. ഒരു ലെഫ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ലെഫ്റ്റ് ഇതിൽ റെസ്പോണ്ട് ആവണമെന്ന് എനിക്ക് കറക്റ്റ് റിയൽ ടൈമിൽ പ്രോപ്പറായിട്ട് ഞാൻ ലെഫ്റ്റ് എടുക്കുമ്പോൾ ഇതും ഇവിടെ അപ്ഡേറ്റ് ആവുന്നുണ്ട്. അത് മേ ബി ഞാനൊരു ഏതെങ്കിലും റൈഡ് പോകുമ്പോൾ ഞാനത് കാണിച്ചു തരാം. സോ നല്ലൊരു പ്രോഡക്റ്റാണ്. എനിക്കെന്തായാലും ഞാനത് ഇൻവെസ്റ്റ് ചെയ്തത് നല്ലൊരു ഒരു ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു നല്ലൊരു പ്രോഡക്റ്റായിട്ട് തോന്നുന്നുണ്ട്. കാരണം ആക്ച്വലി ആ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റാണ്. എപ്പോഴും ഫോൺ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇപ്പം നമ്മളൊരു റിമോട്ട് ഏരിയാസിലൊക്കെ പോവുകയാണെങ്കിൽ ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്തിടുക, ഡെസ്റ്റിനേഷൻ കൊടുക്കുക, വി ആർ ഗുഡ് ടു ഗോ. സോ ഈ വീഡിയോയിൽ ഈ പ്രോഡക്റ്റിനെ വേണ്ടിയിട്ട് മാത്രം ചെറിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഞാൻ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ഒന്നും ചെയ്യണമല്ല. സോ ബട്ട് കണ്ടൻറ്റ് വേണ്ടേ. സോ അതും ഒരിതാണ്, നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇനിയും യൂസ് ചെയ്യും. ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഇതിൻ്റെ പ്രോസും കോൺസും ഞാൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ താങ്ക് യു. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.